നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ്, അതായത് അതുമായി ബന്ധപ്പെട്ടുള്ള ആ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മൾ ഓരോ വീഡിയോയും ചെയ്യാറുള്ളത്. നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു ഡിലീറ്റ് ചെയ്ത ആപ്ലിക്കേഷൻസ് എങ്ങനെ നമുക്ക് തിരിച്ചെടുക്കാമെന്ന്. നേരത്തെ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസ്, വീഡിയോസ്, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാമെന്നുള്ളതിനെക്കുറിച്ച് പല വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആപ്ലിക്കേഷൻ നമ്മൾ അറിയാതെ അൺഇൻസ്റ്റാൾ ചെയ്തു പോയി. ആ ഒരു ആപ്ലിക്കേഷൻ ഏതായിരുന്നു, അതല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേരെന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് അറിയാനൊന്നും സാധിക്കില്ല. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ആ ഒരു ആപ്ലിക്കേഷൻ എവിടെയാണുള്ളത് എന്ന് കണ്ടെത്താൻ നമുക്ക് ഈസി ആയിട്ട് സാധിക്കും. അതെങ്ങനെയെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് കാണാനായില്ലെങ്കിൽ നിങ്ങൾക്ക് അത് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കണ്ടെത്താൻ പ്രയാസമായിരിക്കും. എന്നാൽ നമ്മൾ ഈ വീഡിയോ പരിശോധിക്കുന്നത് പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ഒരു ആപ്ലിക്കേഷൻ അതെങ്ങനെ തിരിച്ചെടുക്കാമെന്നുള്ളതും, പ്ലേ സ്റ്റോറിന് പുറത്ത് നിന്ന് ഗൂഗിളിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് പോയാൽ അതെങ്ങനെ തിരിച്ചെടുക്കാമെന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം പ്ലേ സ്റ്റോറിലുള്ളത് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനുവേണ്ടി ആദ്യം നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോറിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസുകളൊക്കെ നമ്മുടെ ഏറ്റവും മുകളിലുള്ള 3 ലൈൻസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഏറ്റവും മുകളിൽ മൈ ആപ്സ് ആൻഡ് ഗെയിംസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ ഒരു ആപ്ലിക്കേഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ അപ്ഡേറ്റ്സ്, ഇൻസ്റ്റാൾഡ്, ലൈബ്രറി, ഷെയർ, ബീറ്റ എന്നുള്ള കുറച്ച് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. ഇവിടെ ആദ്യത്തെ നമുക്ക് അപ്ഡേറ്റ് വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻസുകൾ കാണാനുള്ള ഫീച്ചറാണ്. രണ്ടാമത്തെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കാം. തൊട്ടടുത്തായിട്ട് നമുക്ക് ലൈബ്രറി എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ, പ്ലേ സ്റ്റോറിൽ നമ്മൾ അറിയാതെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ ഒരു ആപ്ലിക്കേഷനൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ മൊബൈൽ ഫോണിൽ ഞാൻ ഇതുവരെ ഉപയോഗിച്ച് പിന്നീട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ ആപ്ലിക്കേഷൻസുകളാണ് ഇതെല്ലാം. അത് ഈ ലൈബ്രറി ഭാഗത്താണ് കാണാൻ സാധിക്കുക. വീണ്ടും നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ ഇൻസ്റ്റാൾ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്നുകൂടി ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഇവിടെ ഈ അവസാന ഭാഗത്തുള്ള ഇൻഡു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ റിമൂവ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് റിമൂവ് ചെയ്ത് കളയാനും സാധിക്കും. അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ തിരിച്ചെടുക്കാമെന്നത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് തിരിച്ചെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അത് അത്ര സിമ്പിളായിട്ട് നമുക്ക് സാധിക്കില്ല. നമുക്ക് അതിനു വേണ്ടി നമ്മുടെ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോമിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കുക. ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ താഴെ ഭാഗത്ത് ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ സെർച്ച് ചെയ്തിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. എല്ലാ ലിങ്കുകളും എല്ലാ വെബ്സൈറ്റുകളും കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിവിടെ ചെക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ ആപ്ലിക്കേഷൻ ഒന്നും ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ കാണുന്നില്ല. ഞാനിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും കൈൻ മാസ്റ്ററിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ടുള്ളൂ. ഇവിടെ കാണാൻ സാധിക്കും ഡൗൺലോഡ് കൈൻ മാസ്റ്റർ. നമ്മൾ എന്താണ് സെർച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ കാര്യം ഇവിടെ കാണാൻ സാധിക്കും. താഴെ ഭാഗത്ത് ആ ഒരു വെബ്സൈറ്റ് അഡ്രസ്സും കാണാൻ സാധിക്കും. നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ ഒരു ലിങ്കിലോട്ടാണ് പോവുക. അവിടെ നിന്ന് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാനുള്ള ആ ഒരു ഭാഗം ഇവിടെ കാണാൻ സാധിക്കും. താഴെ കാണാൻ സാധിക്കും ഡൗൺലോഡ് ലിങ്ക്. ആ ഒരു ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പുറത്ത് ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻസ് അൺഇൻസ്റ്റാൾ ആയി പോയി കഴിഞ്ഞാൽ ഈ ഗൂഗിൾ ക്രോമിൻ്റെ ഹിസ്റ്ററി പോയി കഴിഞ്ഞാൽ ആ ഒരു ലിങ്ക് കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ വെബ്സൈറ്റിലേക്ക് എത്തും. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ അല്ലെങ്കിൽ അറിയാതെ അൺഇൻസ്റ്റാൾ ചെയ്ത് പോയ പ്ലേ സ്റ്റോറിലെയും അതുപോലെ തന്നെ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.